ഇവളിത് എവിടെ പോയി? ഏത് നേരത്ത് നോക്കിയാലും നിനക്കിത് എന്ത് പറ്റി? ചേട്ടൻ ആകെ കോലം കെട്ടിരിക്കുന്നു. ചേട്ടനിതാ പെട്ടെന്ന്. സുലി, നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്താ ആപ്പാടെ വേർതിരിക്കുന്നു? അത് ഞാൻ ഫാനിന്റെ അടിയിലിരിക്കായിരുന്നു. ഫാനിന്റെ അടിയിലിരുന്നാണോ വേർക്കുന്നത്? അല്ല, ഫാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫാനിന്റെ സ്വിച്ചിടാൻ പോയപ്പോ. എന്താ, നിനക്ക് പനിയുണ്ടോ? ഒന്നുമില്ല ഏട്ടാ. തലവേദന ഉണ്ടോ? അല്ല, പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ചേട്ടൻ നാളെ വരുന്നല്ലേ പറഞ്ഞിരുന്നേ? അതല്ല, ചേട്ടൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ആകെ പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ. ഭക്ഷണം എന്താ ഉണ്ടാക്കണേ? ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ ചില്ലി, ഇതെല്ലാം കഴിച്ചോ? ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തെ ശ്രീധൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തിയൊക്കെ കഴിച്ച്. അല്ലെങ്കിൽ എനിക്ക് അറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. വാ ഏട്ടാ, അകത്തേക്ക് വാ. വാ. ഇത്ര നാളിന് ശേഷം വന്നത് TV കാണാനാ? സുഖലടി. നീ എന്തൊരു പാട്ട് പാടുന്നു? ഞാൻ പാട്ട് പാടിയതല്ല. പിന്നെ ഞാൻ എന്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നതാ. അത് ശരി. ഇങ്ങനെയാണോ കരയണത്? നീ എന്തിനാ കരയണത്? എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമോളായിട്ട് വന്നത്. എന്ത് പറ്റി ഇപ്പൊ? എത്ര നല്ല ആലോചനകൾ എനിക്ക് വന്നത് അറിയില്ലേ? ആദ്യം വന്നത് ഒരു SI. അതിന്റെ അച്ഛനെ തേങ്ങാമോഷണ കേസിന് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ? രണ്ടാമത് വന്നത് ഒരു വക്കീലാ. അതാ തേങ്ങാമോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എന്താ ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നേ? ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത്. എടി, അതിനിപ്പോ എന്തുണ്ടായിന്ന്? ചേട്ടന് പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത്. എന്ത്? ചേട്ടൻ അമ്മയുടെ ദുഷ്ടത്തിന് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ എന്ത് ചെയ്തു? ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും, എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കും, ഈ വീട്ടിലെ പണി മൊത്തം ചെയ്യിക്കും. ഇതെല്ലാം പോരാഞ്ഞിട്ട് ദേ ഇപ്പുറത്തെയും വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പറ്റി പരദൂഷണം പറയാ. ഞാൻ കുശുമ്പത്തിയാണ്, ഞാൻ അസൂയക്കാരത്തിയാണ്, ഞാൻ കാലമാടത്തിയാണ്, ഞാൻ കള്ളിയാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവോ? ഇതുകൊണ്ടല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ദുബായിക്ക് പോയത്. എന്നാ പിന്നെ തള്ളയും കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സമാധാനം വേണ്ടല്ലേ? അതൊക്കെ പോട്ടെ, ചേട്ടൻ എനിക്ക് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടു? അങ്ങനെ ചോദിക്കേ. ഇതാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് ചോദിക്കാനുള്ളത്. ഒന്ന് വേഗം എന്റെ സുന്ദരിക്കുട്ടിക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണെന്ന് അറിയാമോ? വേഗം പറ. 6000 ദിറത്തിന്റെ ഒരു സാരി. 6000 നിറങ്ങളുള്ള സാരിയോ? അതൊന്നും വേണ്ട, 2 നിറമുള്ള സാരി മതി. ശരി, 6000 നിറമുള്ള സാരിയല്ല, 6000 ദിർഹത്തിന്റെ സാരി. അതായത് ഏകദേശം 60,000 രൂപ ഇന്ത്യൻ മണിയുള്ള സാരി. 60,000 രൂപ വിലയുള്ള സാരിയോ? അതൊന്നും വേണ്ടായിരുന്നു. എന്നാലും കൊണ്ടുവന്നല്ലേ, അതിന്റെ നിറവും ഡിസൈനും ഒക്കെ ഒന്ന് പറയാവോ? എടി, നീ ആ ബോഡി ഗാർഡ് സിനിമ കണ്ടോ? അതിനകത്ത് നമ്മുടെ നയൻതാര പാട്ട് സീൻ ഇട്ടുകൊണ്ട് വരത്തില്ലേ? ഒരു പിങ്ക് സാരി, പിങ്ക് കളർ ഷിഫോൺ. ഇവിടെ നിറയെ ഗിൽറ്റ് ഒക്കെ വെച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്തു. അപ്പൊ ആ സാരി ഉടുത്താ ഞാനും നയൻതാരെ പോലെ ഇരിക്കുമല്ലേ? നയൻതാരല്ലേ, ഇപ്പൊ അഴുതാരെ പോലെയാണ്. ഒന്ന് പോ ചേട്ടാ, എന്ന് നമുക്ക് കിടക്കാം. അയ്യോ, ചേട്ടന് ഹാർട്ട് അറ്റാക്ക്. എടി, അതല്ല തോർത്ത്. അമ്മണേ, അമ്മണേ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ. സത്യം പറ, ആരാ ഈ അമ്മണി? ഏതമ്മണി? നിങ്ങൾ അമ്മണിയോട് പറഞ്ഞില്ലേ? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അമ്മണിയോട് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തൊട്ടൊന്ന് പറഞ്ഞു? ഇല്ല. കിടന്നുറങ്ങാൻ നോക്ക്. ഉറക്കമില്ല, ഉറക്കമില്ല. ഒരു വന്നേക്കുന്നു. ഇനി നീ വീട്ടിൽ കേട്ടോ.
ശാന്ത, എന്റെ ശാന്ത, എന്റെ കട്ടപ്പനയിലെ ശാന്ത, എന്നെ വിട്ടു പോകരുത്. നീ എന്റെ അടുത്തേക്ക് വാ, ആ റബ്ബറും തോട്ടത്തിൽ കൂടി വാ. ശാന്ത, റബ്ബറും തോട്ടത്തിൽ കൂടെ ഓടി വാ. വെട്ടുകുഴിയിലെങ്ങും വീഴരുത്, വെട്ടുകുഴിയിലെങ്ങും വീഴല്ലേ. വെട്ടുകുഴി ഉണ്ടോ അവിടെ, വീഴരുത്. വെട്ടുകുഴി, വെട്ടുകുഴി. പറ, ആരായി ശാന്ത? ആരായി അമ്മണി? ആരായി? കുറെ നേരമായല്ലോ ശാന്ത അമ്മണി. ഏത് ശാന്ത, ഏത് അമ്മണി, ഏത് ടുട്ടു? നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ടുട്ടു ശാന്ത അമ്മണിന്ന്. എനിക്ക് ഇപ്പൊ അറിയണം ആരായി ശാന്ത. എനിക്കൊരു ടുട്ടുവിനെ അറിയത്തില്ല, അമ്മണിനെ അറിയത്തില്ല, ശാന്തനെ അറിയത്തില്ല. നിങ്ങൾക്കറിയാം ടുട്ടുവിനെ, ശാന്തനെ, അമ്മണിനെ. ഞാനിപ്പോ കേട്ടതല്ലേ. കാര്യം ചെയ്യ്, ഇതെടുത്ത് വായങ്ങ പൊത്തിക്കെട്ട്, അപ്പൊ ശരിയാവൂല്ലോ. എരിയാൻ മിണ്ടയില്ലെന്ന് അറിയാലോ. മിണ്ടി മിണ്ടി. എന്റെ അപ്പ കുഴപ്പമില്ല, ആരെയും കിടക്കലാണ്. ഇക്കിളിയാക്കല്ലേ രാജപ്പൻ ചേട്ടാ, നുള്ളി നോവിക്കല്ലേ, ഒന്ന് പോടുന്നു. ചുമ്മാ ഇരിക്ക്, അടങ്ങിയിരിക്ക രാജപ്പൻ ചേട്ടാ. ചുമ്മാ ഇരിക്കാനല്ലേ പറഞ്ഞത്, എനിക്ക് ഇക്കിളിയാവുന്നു. ചുമ്മാ തരി രാജപ്പൻ ചേട്ടാ. എന്താ? ആരടി രാജപ്പൻ? രാജപ്പൻ അതാരാ? സത്യം പറടി, ആരടി രാജപ്പൻ? എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലല്ലേ? രാജപ്പൻ നിനക്കറിയത്തില്ലല്ലേ? നീ പോക്കത്തി കിടന്ന് പറഞ്ഞില്ലേ ആരടി രാജപ്പൻ? എനിക്കറിയത്തില്ല രാജപ്പൻ ചേട്ടന്. രണ്ടിലൊന്ന് എനിക്ക് പറയണം, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ. എനിക്കറിയത്തില്ല രാജപ്പൻ ചേട്ടൻ. നിന്നെയും കൊല്ലും ഞാൻ, രാജപ്പനെ കൊല്ലും. എനിക്ക് രാജപ്പനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഒരക്ഷരം നീ മുണ്ടി പോകരുത്. ആ രാജപ്പനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാ നിന്നെയും കൊല്ലും അവനെയും കൊല്ലും. എനിക്ക് അവനെ അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഞാനാ രായപ്പൻ, എന്നെ കൊല്ലരുത്, വേണേ ചേച്ചിയെ കൊന്നു.